ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. ഇന്ന് ബ്രെഡും കസ്റ്റാർഡും ഒക്കെ കൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടേസ്റ്റി ആയിട്ടുള്ള ഡിസേർട്ടാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ബ്രെഡും കസ്റ്റാർഡും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒന്നാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 5 സ്ലൈസ് ബ്രെഡ് ഇതുപോലെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കിനി ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഓയിലിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് ബ്രെഡല്ലേ, എണ്ണയിലിടുമ്പോഴേക്കും അത് ഇച്ചിരി എണ്ണ കുടിക്കും. പറ്റാത്തവർക്കാണെങ്കിൽ നെയ്യോ ബട്ടറോ ഇട്ടിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്ത് നന്നായിട്ട് മുരിഞ്ഞു വരുന്ന രീതിയിൽ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ അതാ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഞാൻ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കിതൊന്ന് ചൂടായി വരുന്ന സമയത്തേക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പകരത്തിന് നിങ്ങൾക്ക് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ പാല് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ കുറച്ച് പാലിലേക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ചൂടായി വരുന്ന പാലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കാം. നല്ല തിക്കായിട്ട് വരണ്ട, എന്നാൽ ഇതൊരു ക്രീമി ആ ഒരു കൺസിസ്റ്റൻസിയിൽ വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇത് ഷുഗർ സിറപ്പാണ്. ഒരു 1/4 കപ്പ് പഞ്ചസാരയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതിലേക്ക് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പീസ് ഉണ്ടല്ലോ, ഒന്ന് ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. എല്ലാ ബ്രെഡ് പീസും ഇതാ ഇവിടെ ഷുഗർ സിറപ്പിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. സെറ്റ് ചെയ്യാനുള്ള ട്രേയിലേക്ക് ആ കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ചിട്ട് ഈ ബ്രെഡ് ഇതിൻ്റെ മേളിലായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേളിലായിട്ട് നമുക്കിതുപോലെ ഒന്ന് കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ഡിസേർട്ടാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും ഷെയറും കമൻറ്റും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.